അമ്പലത്തിൽ നിന്ന് വന്നതാണ്. പിരിവിനാണോ? ഏത് മൂർത്തി അമ്പലോ? അല്ല ഇല്ല. വക്കീല. അല്ല, മാവേലിക്കൽ. ദീപ. ഇല്ല. എന്ത് പറ്റി? അമ്മേ, വേണ്ട, അമ്പലത്തിൽ നിന്ന് വിളിക്കുന്നു. അമ്മേ വേണ്ട, അമ്പലത്തിൽ നിന്ന് വന്നവരമ്മയെ വിളിക്കുന്നു. വന്നവര് യക്ഷിയം ഇങ്ങോട്ട് വന്നേ. രണ്ടുമണിയായോ? വാമേ, പള്ളിക്കല്ലേ അമ്പലം ഒന്ന്. പള്ളിക്കല്ലേ? വാമേ, കേറിയിരിക്കുന്നോ? അമ്മ പതിയെ വരട്ടെ. അല്ലല്ല. ഞാൻ ഡിവോഴ്സ്ഡ് ആണ്. അപ്പം അവിടെ നിന്നൊക്കെ വന്ന് അയാളും വക്കീലായിരുന്നു. അപ്പം അല്ല, കായംകുളത്ത്. ബിജുന്നാ. ഒരു രമണ പിള്ള എന്ന് പറയുന്ന ഒരാളിനെ അറിയോ? വലിയ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവനാണ്. ഒരു മോളുണ്ട്. അത് 20 വയസ്സുണ്ട്. അല്ല, അയാളുടെ കൂടെ. കണ്ടല്ലൂര്. വലിയ ശല്യമാണ് അയാളെ കൊണ്ട് ഇപ്പോഴും. നമ്മളെ വർക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ പല ഇതാണ്. ഈ ജോബ് ലോസ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞോണ്ട് അറിയാവോ? നമ്മളെ വെച്ച് അതൊക്കെ ഇതാക്കാൻ വേണ്ടി പല രീതിയിലുള്ള ഉപദ്രവങ്ങളാ. മനസ്സിലായോ? പള്ളിക്കൽ നടക്കാനൊന്നും വയ്യ. നടക്കാൻ വയ്യെങ്കിലും പതുക്കെ ജോലി ചെയ്യുമായിരുന്നു. പറവ് വൃത്തിയാക്കുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അന്നദാനത്തിന് 500 രൂപയൊക്കെ തന്നായിരുന്നു. 500 രൂപ കഴിഞ്ഞ വർഷം തന്ന് അമ്മ തന്നായിരുന്നു. എന്തോ? ഞാൻ അമ്മ അവിടെ ഇതാക്കണം. അമ്മ അത് തൂത്ത് വരുന്ന സാധനം എടുത്തോണ്ട് പോയായിരുന്നു. അപ്പൊ ഞാൻ തൂത്ത് വരിയിട്ട് എടുക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. അയ്യോ, 2000 രൂപ എടുക്കാൻ നമ്മുടെ 500 രൂപ. അവർക്ക് അവിടെ ജോലിക്ക് പോകുന്നില്ല. എനിക്ക് വയ്യാത്തോടെ ജോലിക്ക് പോകുന്നില്ല. പിന്നെ എനിക്കും വയ്യ. എനിക്ക് 88 വർഷമായി. ഞാൻ ഇങ്ങനൊക്കെ നടക്കുന്നതെന്ന് വിചാരിച്ചേ. പിന്നെ നമുക്ക് ഇവിടെ ഇരുന്നാൽ മതി കേസ് വരാൻ. അവര് വരുന്ന കേസൊക്കെ ഇതാക്കി വിടുക. അങ്ങനെ ഭയങ്കര പല ജോലികളാണ് അവരുടെ. അത് ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അമ്മമാർക്ക് അറിയാം. നമ്മുടെ ക്യാമറ ഓഫ് ചെയ്യുക, അങ്ങനെ പല ഇതുണ്ട്. പിന്നെ പുതിയ എന്തോ ചിപ്പോ എന്തോ വെച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള ഇതാണ്. അതുപോലെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ അവർ എല്ലാം ബ്ലോക്ക് ചെയ്യും. പോലീസിനോട് ഇതെല്ലാം എഴുതി കൊടുത്തതാ. ഇങ്ങനെ പലയിടത്തും സാറിന് അറിയത്തില്ല ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇത് നമ്മുടെ മോട്ടർ ഓണാക്കി ഓഫ് ആക്കുക, അങ്ങനെ പല നമ്മുടെ കറണ്ട് ഇന്ന് രാവിലെ പോവുക വരിക ഇങ്ങനെ പല വേലകളാ. പിന്നെ നെറ്റ്വർക്ക് ഇല്ലാതാക്കുക നമ്മുടെ ഫോണിൻ്റെത്. പിന്നെ നമ്മുടെ മുഖത്തോട്ട് ഇങ്ങനെ ഇത് പുരട്ടി വെച്ചിരിക്കുന്നത്. നമ്മുടെ മുഖത്തോട്ട് ലേസർ അടിക്കുക, അതൊക്കെ കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ. പിന്നെ ഈ സോണിക് വെപ്പൺ ഉണ്ടല്ലോ, സൗണ്ട് വെച്ചുള്ളത്, നമ്മുടെ തലയ്ക്കോട്ട് അടിക്കുക. അങ്ങനെ നമ്മളെ എങ്ങനെങ്കിലും കൊല്ലണം, എന്നിട്ട് ഇത് സ്വത്തൊക്കെ അടിച്ചു മാറ്റണം എന്നുള്ള ഇതിൽ ഇങ്ങനെ ചെയ്യുകയാണ്. ഇതാണ് ഇവന്റെ ജോലി. ഇതാ